നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കൻ ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ലോസ് ആഞ്ചലസ് ഗാലക്സിയെ ഇന്റർ മയാമി സമനിലയിൽ തളച്ചിരുന്നു. നമുക്കറിയാം, രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് ഈ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ളത്. മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് LA ഗാലക്സി തന്നെയാണ്. പക്ഷെ ലയണൽ മെസ്സി പിന്നീട് ഇന്റർ മയാമിയുടെ രക്ഷകനായിക്കൊണ്ട് അവതരിക്കുകയായിരുന്നു. അദ്ദേഹം നേടിയ ഗോളാണ് അവരെ ഇന്റർ മയാമിയെ തോൽവിയിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗാലക്സി താരമായ സെറില്ലോയും ലയണൽ മെസ്സിയും തമ്മിൽ ഒരു വാഗ്വാദം നടന്നിരുന്നു. സുവാരസുമായുണ്ടായ പ്രശ്നത്തിൽ പിന്നീട് മെസ്സി ഇടപെടുകയായിരുന്നു. പിന്നീട് മെസ്സിയും സെറില്ലോയും തമ്മിൽ ഏറ്റുമുട്ടി. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ സെറില്ലോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയാണ് പ്രശ്നം വഷളാക്കിയത് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. സെറില്ലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ലയണൽ മെസ്സി ആദ്യമായി എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. മെസ്സി ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് മെസ്സി വളരെയധികം സീരിയസ് ആയിരുന്നു. ഞാൻ ശാന്തനായിരിക്കണം എന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു. കാരണം അത് മത്സരത്തിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് മെസ്സിക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം എൻ്റെ തലയിൽ കയറാനാണ് ശ്രമിച്ചത്. പക്ഷെ ഞാൻ അങ്ങനെ വെറുതെ മിണ്ടാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. പിന്നീട് സുവാരസും ബുസ്കറ്റ്സും മെസ്സിയെ ഡിഫെൻഡ് ചെയ്തു. പക്ഷെ ഇതൊക്കെ ഫുട്ബോളിന്റെ ഭാഗമാണ്. നമ്മൾ ആ ഒരു സമയത്ത് ശാന്തരായിരിക്കണം. എന്താണ് ഞങ്ങൾ പരസ്പരം പറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്തില്ല. അത് എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. ഇതാണ് സെറില്ലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ ലീഗിൽ മികച്ച ഒരു തുടക്കം ഇപ്പോൾ അവകാശപ്പെടാൻ മെസ്സിക്ക് കഴിയുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ മെസ്സി ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു. പിന്നീട് നടന്ന രണ്ടാമത്തെ മത്സരത്തിലാണ് മെസ്സി ഗോൾ നേടിയിട്ടുള്ളത്. ഇനിയിപ്പോ ഓർലാൻഡോ സിറ്റിയാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.